പ്രതിഷേധമെന്നത് ശബ്ദമാണ്. അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുടെ മേലെ അവർക്കെതിരെ ഉയരുന്ന ശബ്ദം. മൗനം ഭഞ്ജിക്കുകയാണ്, നിശബ്ദതയെ ഇല്ലാതാക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്, പ്രതികരണത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് ഭാവങ്ങളുണ്ട്. അത് സായുധ വിപ്ലവമാവാം, സത്യാഗ്രഹമാവാം, തെരുവിലെ കറുത്ത് പൊടി ഉയർത്തിയുള്ള പ്രകടനമാവാം, അക്ഷരങ്ങളാവാം, തെരുവിലെ അഭ്യാസ പ്രകടനങ്ങളോ കലാകായിക പ്രകടനങ്ങളോ ആവാം. ഇതെല്ലാം വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെയുള്ള, അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിശബ്ദതയുടെ ലംഘിക്കലാണ്. സൈലൻസ് ഓഫ് ദ ഗുഡ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. നന്മയുള്ള വ്യക്തിയുടെ മൗനമാണ് തിന്മയുടെ അക്രമത്തെക്കാൾ, വയലൻസ് ഓഫ് ദി ബാഡ്, അതിനേക്കാൾ ക്രൂരമായ പാപമെന്ന് പറയുന്നത് പ്രതികരണശേഷിയില്ലാത്ത ഒരു ജനസമൂഹമാണ്. അലക്സി നവൽനിയുടെ മരണം പലതുകൊണ്ടും ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തം ഇന്നലകളെ തിരുത്തിക്കൊണ്ടാണ് അലക്സി നവൽനി ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയിൽ ഒരാളുടെ എതിരാളിയാകാൻ സ്വയം തീരുമാനിക്കും. അത് മരണത്തെയും അനിശ്ചിതത്വത്തെയും പുൽകാനുള്ള ഒരു നടപടി കൂടിയാണ് നടന്നിട്ട് കൂടി ആ നടപടിയിലേക്ക് അലക്സി നവൽനി കടക്കുക. അത്തരമൊരു വിഷയം, അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിൽ ആ വിഷയം സൃഷ്ടിക്കുന്ന പ്രതിധ്വനിയും, സൃഷ്ടിക്കേണ്ട പ്രതിധ്വനിയും, സൃഷ്ടിക്കാതെ പോയ പ്രതിധ്വനികളും നമ്മൾ ചർച്ച ചെയ്യും. കാരണം പ്രതിധ്വനികൾ എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ആവർത്തനമാണ്. ശബ്ദമുയരുകയാണ്. ആ ശബ്ദമുയർത്തുന്നയാളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ വീണ്ടും ശബ്ദമുയർത്താൻ ശ്രമിക്കുക. ശബ്ദത്തിനും പ്രതിധ്വനികൾക്കും ഒരുപാട് മാനങ്ങൾ നൽകിയ ഒരു മരണമാണ് സംഭവിച്ചത്. ഏറ്റവും വിശുദ്ധനായ വ്യക്തിയാണ് അലക്സി നവൽനി എന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ തീർച്ചയായും സുഖസൗകര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് എന്തിനും മടിയില്ലാത്തവരുടെ മരണ വാറന്റ്, താക്കീത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റുവായിക്കൊണ്ടുള്ളൊരു വലിയ ത്യാഗം. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെ നമ്മൾ വിലയിരുത്തുന്നത്. ചില കേരള സാഹചര്യങ്ങളിൽ കൂടി നമ്മളത് ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് ചില വളരെ പ്രധാനപ്പെട്ട ഘടകം, ഇത് ഒരു വിലയിരുത്തൽ കൂടിയാണ്. എന്തൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ വിലയിരുത്തേണ്ട ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടക്കുന്നു. സ്വാശ്രയ സർവകലാശാല അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഏറ്റവും ബന്ധമില്ലാതിരിക്കുകയും, ഒരു ബന്ധവുമില്ലാതിരിക്കുകയും, ഒരു എളുപ്പമില്ലാതെ, ഒരു വ്യക്തിത്വവുമില്ലാതെ, ഒരു ആത്മാഭിമാനവുമില്ലാതെ ഇന്നലെ വരെ ശരിയെന്ന് പറഞ്ഞതിനെ തെറ്റെന്ന് പറയുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസം. ആ ചെയ്യുന്നയാളാണ് കമ്മ്യൂണിസം എന്ന ധാരണയിലേക്ക് കേരള സമൂഹം എത്തിയിട്ട് കുറച്ച് പതിറ്റാണ്ടുകളെ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളെ ആവും. ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അലക്സി നവൽനിയുടെ മരണം. ഗോർബച്ചേവിൻ്റെ മരണം കഴിഞ്ഞിട്ടും ഒരു വർഷത്തിലധികമായിട്ടില്ല. ഈ മൗനത്തിന്, ഇത്തരം മൗനങ്ങൾക്ക് ഒരുപാട് പിൻഗാമികളുണ്ട്. നമ്മളത് ബ്രജ്ഭൂഷൻ്റെ കാര്യത്തിലും ബൽക്കീസ് ബാലിൻ്റെ കാര്യത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭീഷ്മരും ദ്രോണരുമുണ്ട്, PT ഉഷയും സച്ചിൻ ടെണ്ടുൽക്കറുമുണ്ട്, രാജസദസ്സിലെ ചിന്തകരുണ്ട്, കൊലപാതകയ്ക്ക് അഭയം നൽകുന്ന അമ്പലങ്ങളിലെയും പള്ളികളിലെയും പുരോഹിതരുണ്ട്. ഇതെല്ലാം
മൗനങ്ങളാണ്, മൗനാനുവാദങ്ങളാണ്. വലിയ തിന്മയുടെ മുമ്പിൽ കാഴ്ചക്കാരാവാൻ സ്വയം തീരുമാനിച്ചു. ഇതിൽ ഭീഷ്മരുടെയും ദ്രോണരുടെയും കാര്യത്തിൽ നിവർത്തികേട് എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ഒരു വാദത്തിന് വേണ്ടിയിട്ട് ന്യായീകരണം അല്ലെങ്കിൽ പോലും മറ്റുള്ള ഒരു ഘടകത്തിൽ, മറ്റുള്ള ഒരു സംഭവങ്ങളിലും അത്തരമൊരു ന്യായമേ ഇല്ല. പക്ഷെ ഇത്തരം ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഭീഷ്മരോ ദ്രോണരോ പി.ടി. ഉഷയോ സച്ചിൻ ടെണ്ടുൽക്കറോ ഇവരൊക്കെ വിശുദ്ധരാകുന്ന ഒരേ ഒരു ഇടം കമ്മ്യൂണിസമാണ്. അവർ മൗനം അവലംബിച്ചവരാണ്. എന്നാൽ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ കൂടി വിശുദ്ധരാക്കപ്പെടുന്ന ഒരേ ഒരു ഇടം തീർച്ചയായും അത് കമ്മ്യൂണിസം. അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ബ്രാഹ്മണ്യത്തിനെതിരെ, തെരുവുനായ നടക്കുന്ന വഴിയിൽ മനുഷ്യന് നടക്കാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായതിനെക്കുറിച്ച്, മാറുമടയ്ക്കാൻ കൂലി കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിനെതിരായ, ആ തിന്മയ്ക്കെതിരായ പോരാട്ടം തങ്ങളാണ് നടത്തിയെന്ന് സ്വയം എന്ന് അവകാശപ്പെടുന്ന ഒരു, അത് തങ്ങളുടേത് മാത്രമാവാൻ ശ്രമിക്കുന്ന CPM. ആ CPM ആണ് ലെനിൻ അടക്കമുള്ള നരാധവന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളാണ് ഇടതുപക്ഷമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ലെനിനെക്കുറിച്ച് ഒരു 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 റഷ്യൻ എഴുത്തുകാരൻ എഴുതിയത് ഞാൻ എവിടെ വായിച്ചു, മാതൃഭൂമിക്കാണ് തോന്നുന്നത്. ലെനിനും സ്റ്റാലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലെനിനെ കൊണ്ടാണ് മനുഷ്യ വംശത്തിന് ഏറ്റവും കുറവ്, സ്റ്റാലിനെ അപേക്ഷിച്ച് കുറവ് അപകടം മനുഷ്യ സമൂഹത്തിൽ, കുറവ് ദ്രോഹം മനുഷ്യ സമൂഹത്തോട് ചെയ്ത് ലെനിനാണ്. കാരണം ലെനിൻ അതിന് വളരെ നേരത്തെ മരിച്ചു. അപ്പം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലെനിൻ ആരായിരുന്നു. പോരാട്ടങ്ങളെ, വിപ്ലവത്തെയൊക്കെ വ്യക്തിപൂജയിലേക്ക് നയിക്കുന്ന, തിന്മ ശരിയെന്ന് വരുത്തിക്കുന്ന, വീരാരാധന ആദർശമാക്കി വരുത്തുന്ന വഹിക്കുന്ന ഒരു ആശയം. ആ ആശയമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിലുള്ള പോരാട്ടത്തിലുള്ള സമയമായി എന്നുള്ളതാണ് അലക്സി നവൽനിയുടെ മരണം നമ്മളെ, അല്ലെങ്കിൽ കൊലപാതകം നമ്മളെ ഓർമ്മിപ്പിക്കും. ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം പോലും വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിസം. ഗോർബച്ചേവിനെ പോലെ ഒരാളെ വെറുക്കാൻ നിർബന്ധിക്കുന്ന കമ്മ്യൂണിസം. M.A. ബേബിയും പ്രകാശ് കാരാട്ടും മുതൽ K.N. കുഞ്ഞമ്മദും സുനിൽ പി ലേഡുവും മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചലച്ചിത്ര സാഹിത്യ അക്കാദമികൾ വരെ ഇത്തരം സാംസ്കാരിക സാഹിത്യ സംഘടനകൾ, ഇവിടങ്ങളിലെല്ലാം വ്യക്തികളായാലും ഈ പറയുന്ന സംഘടനകളായാലും ഈ സംഘടനകളെയും ഈ വ്യക്തികളെയും അളക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ആത്മാഭിമാനം വ്യഭിചരിക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം കഴിയുന്നുള്ളൂ. അതിൽ ഈ പറയുന്ന എല്ലാ വ്യക്തികളും പാർട്ടിയുടെ വക്താവാം, പാർട്ടിയുടെ സെക്രട്ടറി ആവാം, ഈ പറയുന്ന സംഘടനകളുടെ അധ്യക്ഷനാവാം. ഇവരിൽ 99 പേരുടെയും യോഗ്യത എന്ന് പറയുന്നത് സ്വയം വിൽപ്പനയ്ക്ക് വയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഉപജാപകരാവാൻ, ന്യായീകരണ തൊഴിലാളികളാവാൻ, വിധേയരാവാൻ എത്രമാത്രം കഴിയുന്നത് മാത്രമാണ് മാനദണ്ഡം. അവിടെയാണ് അലക്സി നവൽനിക്ക് ചുറ്റും തീർത്ത മൗനം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷപ്പെടാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടേണ്ടി വന്നവർ ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളോടുള്ള ഭയം, ആ ഭയത്തെ ഭയം സൃഷ്ടിച്ചുകൊണ്ട് നേടുക എന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അധികാരത്തോട് ചേർന്ന് നിന്ന് സ്വന്തം ഇന്നലെ ഇല്ലാതാക്കി ഭൂമിയിലെ നരകം കമ്മ്യൂണിസമാണെന്ന് ലോകത്തെ അറിയിക്കാൻ മരണത്തെ പുൽകിയവരാണ്. ഇത് മലയാളിക്കൊരു മുന്നറിയിപ്പാണ്. E.K. നായനാരെ പോലെ ഒരു ബോൺ ക്രിമിനൽ എന്ന് പറയാവുന്നൊരു വ്യക്തി
മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് KR ഗൗരിയുടെയും കണ്ണൂരിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന അക്രമ രാഷ്ട്രീയ ഉദാഹരണം. അത്തരമൊരു വ്യക്തിയെ ആരാധിക്കുന്ന ഒരു സമൂഹം, ആ ഒരു ആശയം, ആ ഒരു ആദർശം ഇല്ലാതാവുന്നിടത്ത് നമ്മൾ തിരിച്ചറിയുന്നു. ആ ഒരു ആശയം ഇല്ലാതാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് RSSും മുസ്ലിം ലീഗ് മുതൽ ചിദാനന്ദപുരിയും മദനിയും പാലാവിഷപ്പും SDPI എല്ലാം ഈ പറഞ്ഞ ഈ ആശയം ഇല്ലാതായി കഴിഞ്ഞ ഈ ആശയത്തിൻ്റെ നിർമ്മിതികളാണെന്നുള്ളത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അലക്സി നവലിയും നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ്. CPM അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന ചെളിയിൽ നിന്നുമാണ് മനുഷ്യന് ആദ്യത്തെ മോചനം വേണ്ടത്. കാല് തെന്നി വഴുതി മനുഷ്യൻ വീണ്ടുപോകുന്ന, പൂണ്ടുപോകുന്ന, ആണ്ടുപോകുന്ന ചെളി സാഹിത്യ സാംസ്കാരിക മേഖലയിലും നിയമപരിപാലന മേഖലയിലും വരെ ഉപജാപകരെ നിർമ്മിച്ച് സംസ്കാരത്തെ കുരുതി കൊടുക്കുന്ന CPM ഈ പകർച്ചവ്യാധിയെ തുരത്താനുള്ള സമയമായി എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കോവിഡിനെതിരെയുള്ള പോരാട്ടം വിജയിച്ചവരാണ്. നമ്മുടെ കൈകളും മനസ്സും നമ്മൾ ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു. നവൽനിയുടെ സിദ്ധാന്തങ്ങളെ, നവൽനിയെ പോലെയുള്ളവരുടെ അല്ലെങ്കിൽ ക്യൂബയിലെ യുവാനി സാഞ്ചസിനെ പോലുള്ളവരുടെ സിദ്ധാന്തങ്ങളെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു, അറിയേണ്ടിയിരിക്കുന്നു. മനസ്സും ശരീരവും ചിന്തകളും ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇത്തരം പോരാട്ടങ്ങളുടെ വിശുദ്ധി, പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. നവൽനിയെ പിന്തുണയ്ക്കേണ്ടത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ യുവാനി സാഞ്ചസിനെ പിന്തുണയ്ക്കേണ്ടത് എന്തുകൊണ്ട് ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ക്യൂബയിലെ യുവാനി സാഞ്ചസിൻ്റെ പോരാട്ടങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അലക്സി നവൽനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പത്രങ്ങളിലെ ഒരു വാർത്തയായി അവസാനിപ്പിക്കും എന്നുള്ളതല്ലാതെ ആ വ്യക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പിഴവുകളെക്കുറിച്ച്, പരിമിതികളെക്കുറിച്ച്, ഏത് സാഹചര്യത്തിൽ ഇത്തരം ഒരു പോരാട്ടം ഏറ്റെടുത്തത് എന്നതിനെക്കുറിച്ച്, എന്തുകൊണ്ട് ആ വ്യക്തിയും ഇത്തരം കമ്മ്യൂണിസ്റ്റ് പാതയിലോ പുട്ടിൻ്റെ പാതയിലൊക്കെയാണ് പോയിരുന്നത് എന്നുള്ളതും, എന്തുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതും എല്ലാം ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട പ്രാധാന്യം നവൽനിക്കുണ്ട്, അല്ലെങ്കിൽ നവൽനിയുടെ മരണത്തിനുണ്ട്. കാരണം വലിയൊരു ഭീഷണിയായിട്ട് നമ്മൾ കമ്മ്യൂണിസത്തെ തിരിച്ചറിയേണ്ടി. നമ്മളിപ്പോഴും നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം, അത് അച്ഛന് വേണ്ടി മകൾ നടത്തിയതാണോ, മകൾക്ക് വേണ്ടി അച്ഛൻ നടത്തിയതാണോ, മരുമകന് വേണ്ടി മകളും ഭാര്യയുടെ അച്ഛനും നടത്തിയതാണോ, ഒന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് ആകെ അറിയുന്നത് ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത്, പിണറായിയുടെ മകളുടെ ഭാഗത്തോ തെറ്റില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ ചർച്ച നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ, അവർക്ക് വലിയ സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. അവരുടെ സ്ഥാനങ്ങളിൽ ഇന്ന സെക്രട്ടറി, മറ്റേ സെക്രട്ടറി, ഇത്തരം സെക്രട്ടറി, ഈ ഒരു സെക്രട്ടറി, ആ ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, സർവകലാശാല സെനറ്റ് അംഗം, അഡ്വക്കേറ്റ്, ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതകളായാലും സ്ഥാനമാനങ്ങളായാലും പാർട്ടിയിലെ സ്ഥാനങ്ങളായാലും പൊതുമണ്ഡലത്തിലെ സ്ഥാനങ്ങളായാലും എല്ലാം നമ്മൾ കാണുന്നത് അവർ സംസാരിക്കാൻ പറ്റുന്ന വിഷയം എന്തായിരിക്കും പ്രതീക്ഷ നമ്മളിരിക്കുന്നത്. അവർ വിടുന്ന ഇതിനു വേണ്ടിയാണ്. കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കാനോ, കാൾ മാർക്സിനെക്കുറിച്ച് സംസാരിക്കാനോ, ദസ്കാപ്പിനെക്കുറിച്ച് സംസാരിക്കാനോ, റഷ്യയോ ചൈനയോ ശ്രീനിവാസനെ പോളണ്ടിനെക്കുറിച്ചോ സംസാരിക്കണമെന്ന് ഒരു അഴിമതി കേസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടില്ല. ആ അഴിമതി കേസ് ന്യായീകരിക്കാൻ നിയമ വഴിയിൽ തന്നെ കോടികൾ ചെലവഴിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ച്. ഇത് തന്നെയാണ്, ഇത്തരം ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് യുവാനി സാഞ്ചസും അലക്സി നവൽനിയും സംസാരിച്ചത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ 2036 വരെ താൻ തന്നെ പ്രസിഡൻ്റാവുമെന്ന് സ്വയം തീരുമാനിക്കുന്നൊരു കുട്ടി, തന്നിലേക്കും തൻ്റെ അണിയനിലേക്കും മാത്രം അധികാരം ചെലുത്തുന്നൊരു ഫിഡൽ കാസ്ട്രോ, ഇത്തരം ആളുകൾക്കൊക്കെ അതിമാനുഷിക മുഖം നൽകുന്നു. അവരുടെ ഭരണഘടനാ ലംഘനങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും എല്ലാം അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വലിയ വിപ്ലവകാരികളായും മനുഷ്യ സ്ത്രീകളായും ഒക്കെ അവരെ ഉയർത്തി കാണിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിക്കുന്നത്. അതിൽ P. ജയരാജൻ്റെയും പിണറായി വിജയനെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടിലൊക്കെ ഇതിൻ്റെ മറ്റൊരു
തലമാണ്. അവിടെയാണ് നേരത്തെ അലക്സി നവൽനിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വ്യാധിയിൽ നിന്ന് നമ്മൾ സാമൂഹിക അകലം പാലിക്കണം. നമ്മൾ ഒരുമിച്ച് കമ്മ്യൂണിസം എന്ന വ്യാധിയെ നേരിടേണ്ടിയിരിക്കും. ഇനിയൊരിക്കലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാലുഷ്യത്തിൻ്റെ, ഭിന്നിപ്പിൻ്റെ, വിധേയത്വത്തിൻ്റെ, ഉപജാപകരുടെ കീടങ്ങളെ വിതറാൻ ഈ വിഷജന്തുക്കൾ, കമ്മ്യൂണിസ്റ്റുകളുടെ വിഷജന്തുക്കൾ വരാതിരിക്കണം. കാരണം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമില്ല. അത്തരം എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. കമ്മ്യൂണിസത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ട ഇടതുപക്ഷം എന്ന ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും തുറന്ന, എല്ലാ വശത്തുനിന്നും കാറ്റും ഒളിച്ചുവിടുന്ന വാതിലും ജനങ്ങളുമുള്ള സംവിധാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആർക്കും വരാം, ആർക്കും പോകാം. അധികാരത്തോട് സന്ധി ചെയ്യാത്ത, ആദർശങ്ങളോട് സന്ധി ചെയ്യാത്ത, പ്രതിപക്ഷമാകാൻ താല്പര്യമുള്ള എന്തും ഇടതുപക്ഷം. അതിൽ കർഷക സമരമുണ്ട്, ശ്രീലങ്കയിലെ പാർലമെൻറ്റ് കയ്യേറിയ ജനങ്ങളുണ്ട്, വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ, ഏത് നിമിഷം രാഷ്ട്രീയവൽക്കരിക്കുന്നത്. അത് തെളിയിക്കുന്നത് രാഷ്ട്രീയ ബോധം എന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമേ ഇല്ലാത്തൊരു മഹത്തായ ആശയമാണ്, മഹത്തായ ഒരു ദൗത്യമാണ്, കർമ്മം. ഇത്തരം രാഷ്ട്രീയമില്ലാത്ത പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയും. കാരണം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഇന്ത്യ കടന്നു പോകുന്ന സാഹചര്യം കൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കും. ഭരണഘടനാ സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, കോടതികളെ, പാഠ്യപദ്ധതികൾ, ഇതിലെയെല്ലാം തങ്ങളിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജ്യം. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അമാനുഷികനായിട്ടും ദൈവത്തിൻ്റെ അവതാരമായിട്ടും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉയർന്നു വന്നു. ആ ആളുകളിൽ അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭീതി ഇരട്ടിക്കുന്നത്. ഏറ്റവും പുരോഗമനപരമായ ഇന്നലകളെ ഇല്ലാതാക്കി നിർമ്മിക്കുന്ന സാംസ്കാരിക ദേശീയതയ്ക്ക് ഇന്ത്യയും വഴങ്ങുകയാണ്. അവിടെയും നമ്മുടെ മനസ്സിലേക്ക് നവൽനി എന്താണ് ദേശീയത, എന്താണ് സംസ്കാരം, എന്താണ് പൈതൃകം, ഏതെങ്കിലും ഒരാൾക്ക് നിർവചിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ചുറ്റുവട്ടത്തിൽ ഏതെങ്കിലും അതിരുകളിലേക്ക് ചുരുക്കേണ്ടതുമാണോ? മറ്റൊന്നുമായി ബന്ധം സ്ഥാപിക്കാത്തതോ മറ്റൊന്നിനേക്കാൾ മേന്മയുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്നതോ ആണോ ദേശീയത എന്നുള്ള ഒരു ചർച്ചയിലേക്ക്, ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കും. ബുദ്ധവിഹാരങ്ങൾ തല്ലിത്തകർത്താൻ താലിബാനെ ആരാധിക്കുന്നവരുള്ള ഒരു കേരളത്തിലേക്ക്, പക്ഷേ ഖജുരാഹോ ശില്പങ്ങളുടെയും ശാസ്ത്രജ്ഞന്മാർ നിറഞ്ഞ രാജസദസ്സുകളുടെയും ഒക്കെ പാരമ്പര്യമുണ്ട്. ഖജുരാഹോ ശില്പങ്ങൾ അടക്കമുള്ള ശില്പങ്ങൾ കൊത്തിവെച്ച ക്ഷേത്രങ്ങളുള്ള, ശാസ്ത്രജ്ഞന്മാർ രാജസദസ്സുകൾ അലങ്കരിച്ചിരുന്ന ഒരു ഇന്നലെയുള്ള ഒരു രാജ്യത്തിലേക്ക് ശാസ്ത്രചിന്തകൾക്കും തുറന്ന കാഴ്ചപ്പാടുകൾക്കും സ്വതന്ത്ര ചിന്തകൾക്കുമൊക്കെ വഴികൊടുത്തിരുന്ന ഒരു ഭരണ സംവിധാനവും ആരാധനാ സംവിധാനവും ഉള്ള ഒരു ആശയത്തെയാണ് പശുവിലേക്കും പുരോഹിതരിലേക്കും ഒക്കെ ചുരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അതിനെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു, അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് അലക്സി നവൽനി ഒരിക്കൽ കൂടി വാർത്തയാവുന്നത്. അലക്സി നവൽനിക്ക് പ്രാധാന്യമുണ്ട്. ഇത് സമയമാണ്, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. നവൽനിമാർ ഉണരേണ്ട സമയമാണ്, നവൽനിമാർ ഉയരേണ്ട സമയം. ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം. എത്രമാത്രം നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം. താങ്ക് യു.